ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളുടെ മുൻഭാഗം വളരെ നീളത്തിൽ കൂർത്തിരിക്കുന്നതായി കാണാം. ഒറ്റ നോട്ടത്തിൽ അവ കാര്യക്ഷമമായ വേഗതയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. വാസ്തവത്തിൽ ചൈനയിലെയും യൂറോപ്പിലെയും ബുള്ളറ്റ് ട്രെയിനുകൾ പലപ്പോഴും ജപ്പാനേക്കാൾ വേഗതയുള്ളവയാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച ഘടന ഇവയ്ക്കില്ല എന്നതും ശ്രദ്ധേയമാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ജപ്പാനിലെ ട്രെയിനുകൾ മാത്രം വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്? ഇതിനു പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയുണ്ട്. ജപ്പാനിലെ മിക്ക അതിവേഗ റെയിൽ റൂട്ടുകളും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലെ ഇടുങ്ങിയ തുരങ്കങ്ങളിലൂടെ കടന്നുപോകുന്നവയാണ്. 1990കളിൽ പഴയ ബുള്ളറ്റ് ട്രെയിനുകൾ ഈ തുരങ്കങ്ങളിലൂടെ അതിവേഗം കടന്നു പോകവേ അവ വളരെ ഉച്ചത്തിലുള്ള സോണിക് ബൂം സൃഷ്ടിക്കുകയും അതുമൂലം പ്രദേശത്തെ വീടുകളുടെ ജനൽ ചില്ലുകൾ വരെ തകരാൻ കാരണമായി. ഇത് പരിഹരിക്കാൻ ജപ്പാനിലെ എഞ്ചിനീയർമാർക്ക് ഒരു മാർഗം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമായിരുന്നു. എഞ്ചിനീയർമാരിൽ ഒരാളായ എജി നക്കാത്സു ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയായിരുന്നു. ഇങ്ങനെയിരിക്കെ കിങ്ഫിഷർ പക്ഷിയെക്കുറിച്ച് അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഒരു സ്പ്ലാഷ് പോലുമില്ലാതെ വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് കടക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. ഇതിന് കാരണം അതിന്റെ നീളമുള്ളതും കൂർത്തതുമായ കൊക്കാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു ഷോക്ക് വേവ്സ് പോലും സൃഷ്ടിക്കാതെ വെള്ളം, വായു എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത മീഡിയങ്ങൾ സുഗമമായി മാറാൻ അവയെ ഇത് സഹായിക്കുന്നു. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് തങ്ങൾക്കും ആവശ്യമെന്ന് മനസ്സിലാക്കി കിങ്ഫിഷറിന്റെ കൊക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജപ്പാനിലെ ഇന്ന് കാണുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഡിസൈൻ ചെയ്തത്. ഇത് പിന്നീട് ടണൽ ബൂം കുറയ്ക്കുവാനും അതുമൂലം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാനും സഹായിച്ചു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.